ആക്കൂ നമ്മുടെ ഈ ഒളിച്ചു കളിക്ക് എന്നാ ഒരു അവസാനം ഉണ്ടാവാം. ഒന്നുമില്ലല്ലേ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയല്ലേ, കാമുകനെ കാണാൻ വേണ്ടി, അതും കാമുകന്റെ പെങ്ങളുടെ വീട്ടിൽ വന്ന് പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കാന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേട് വല്ലതും ഉണ്ടോ? എല്ലാത്തിനും ഒരു കാലവും സമയവും ഉണ്ട്. ആ സമയമാകുമ്പോ നമ്മുടെ കല്യാണം നടക്കും, ഉറപ്പ്. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ദേ, എന്നെ തേക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ലോക്കപ്പിലിട്ട് ഉരുട്ടിക്കൊല്ലും ഞാൻ. എടീ, എന്നെ ഉരുട്ടാനും വേണ്ടിയൊന്നും നിന്റെ ഒന്നും ഒരു ലോക്കപ്പ് വളർന്നിട്ടില്ല. ഞാനേ കളരി തെക്കൻ കളരി. കൈരളി എന്റെ മാമ ഇങ്ങനെ വീരവാദം അടിക്കാനല്ലാതെ മാമനെ കൊണ്ട് കളരി അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ബോക്സിംഗ് എന്ന് പറഞ്ഞത് റിങ്കി അവിടെ ഒരു കപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന്റെ അത്രയെങ്കിലും വലിപ്പമുള്ള ഒരു കപ്പ് മാമ ഇന്നേ വരെ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് എത്ര കപ്പ് വേണം? നീ പുലിയുടെ വീട്ടിലോട്ട് പാടി 100 കണക്കിന് കപ്പ് ഞാൻ നിന്നെ കാണിച്ചു തരാം. ചായ കുടിക്കുന്ന കപ്പിന്റെ കാര്യമല്ല ഇവിടെ ആരും പറഞ്ഞത്. പിന്നെ വേറെ കാര്യം ട്രോഫിയുടെ. ട്രോഫിയോ? അതിപ്പോ ഞാൻ അടുത്ത ആഴ്ച പിന്നെ പഞ്ചഗുസ്തി മത്സരത്തിന് പോകുന്നുണ്ടല്ലോ, അത് ഉറപ്പായിട്ടും എനിക്ക് ട്രോഫി കിട്ടും. അതെ, അത് കാണട്ടെ, ഇവിടെ ഇരിക്കുന്നതിന്റെ വീട്ടിൽ പിറിങ്ങിണി ട്രോഫി ഒന്നും അല്ല, അതായത് ഇത് ഇത്രയും കാണും. നടക്കാത്ത അതൊക്കെ നടക്കും. നിനക്കൊരു പുച്ഛം എന്താ അത്? എടീ, ഏത് വിജയിച്ച മനുഷ്യന്റെയും പുറകില് അവന്റെ ഫാമിലി ഉണ്ടായി. അതില്ലാതെ അവന് വിജയിക്കാൻ പറ്റത്തില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഞാനിത് ഒരുപാട് കാലം പോയി മനസ്സിലാക്കിയതാ. അല്ല, എനിക്ക് മാമനെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട് മാമ. അതിന് മാത്രം മാമ ഇവിടെ എന്തുവാ ചെയ്യുന്നത്? എങ്ങനെ സപ്പോർട്ട് ചെയ്യണേ? എല്ലാരും ഉണ്ടല്ലോ. ഒടിഞ്ഞു വീഴും അതൊക്കെ. പിന്നെ ഇതൊന്നും ഒടിഞ്ഞു വീഴില്ല. എന്താണ് എല്ലാരും കൂടെ ചർച്ച? ഞങ്ങൾ എല്ലാരും കൂടെ കുറച്ച് ലോക വിവരം. എന്നിട്ട് റഷ്യ ഉക്രൈനിൽ ബോംബിട്ടാ? അതിനെ കുറിച്ച് എനിക്കറിയില്ല. മാമൻ ഇവിടെ നന്നായിട്ട് ബോംബിടും. സത്യം പറഞ്ഞാലേ ശ്രീകുട്ടി, ഈ മണിക്കുട്ടന്റെ ഈ തള്ളില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ വീട് ഉറങ്ങിയതുപോലെ. അങ്ങനെ മണിക്കുട്ടൻ വെറുതെ തള്ളൊന്നും തള്ളത്തില്ല കേട്ടോ. അടുത്ത ആഴ്ച നോക്കിക്കോ, മണിക്കുട്ടൻ പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുത്തിട്ട് വലിയ കപ്പുമായിട്ട് വരും. കപ്പയില്ലടി, കപ്പ്. അതല്ല, ഇത് നിറച്ച കപ്പയും ഫ്രൂട്ട്സും. അതെ, നമ്മുടെ വളവിലില്ലേ ഒരു വണ്ടിയിൽ ഇങ്ങനെ കപ്പ വെക്കുന്നു, ഫ്രഷ് കപ്പ, നല്ല ലാഭം. ഞാൻ വാങ്ങിച്ചു. വില കുറച്ച് കിട്ടിയ ആളിയെ പച്ചമണ്ണ് വേണമെങ്കിലും വിലക്ക് വാങ്ങിച്ചു. അല്ല രവിയേട്ടാ, ഈ കപ്പയിന്ന് കള്ളുണ്ടാക്കാന്ന് സർക്കാർ പറഞ്ഞല്ലോ, ന്യൂസിലുണ്ടായിരുന്നു. അങ്ങനെ വല്ല ദുരുദ്ദേശമാണോ? ഏയ് എന്റെ ശ്രീകുട്ടി, ഞാൻ ഇന്ന് വരെ മദ്യത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരു തുള്ളി കുടിച്ചിട്ടില്ല ഇന്ന് വരെ. എങ്ങനെ? ഞാൻ ഇന്ന് വരെ കുടിച്ചിട്ടില്ല. കള്ളം പറയത് അളിയാ, അളിയാൻ കുടിച്ചിട്ടുണ്ട് ന്യൂ ഇയറിന്. അതൊരു അബദ്ധം പറ്റിയതാ. ആ രാമനും മണിക്കൂട്ടിനും കൂടെ പറ്റിച്ച പണിയാ. അബദ്ധമായാലും എന്താണെങ്കിലും അളിയൻ കുടിച്ചിട്ടുണ്ടോ? ഇനി വേലാൽ അങ്ങനെ വീരവാദം ഒന്നും മുഴക്കറിയാം. അച്ഛാ, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. നടന്നുകൂടി. സോറി. അയ്യോ, സൂക്ഷിച്ചു കയറ്. ഇരുന്നാ? അപ്പൊ പോട്ടെ. അയ്യോ അയ്യോ, അളിയന്റെ ഓരോരോ കാര്യങ്ങൾ. ആണുങ്ങളായാലേ രവിയേട്ടനെ പോലെ ആയിരിക്കണം. പുകവലിയില്ല, കള്ളുകൂടിയില്ല, കഞ്ചാവില്ല, പെണ്ണുപിടിയില്ല, വായ്നോട്ടമില്ല, സ്വന്തം വരയുടെ മൂത്തൂല് നോക്കത്തില്ല. എടി, അതിനെ ഞാൻ അങ്ങനെ വെള്ളമൊടിയൊന്നുമില്ല. വല്ലപ്പോഴും ദിവസം കൂടി 2 കുപ്പി, അത്രേ ഉള്ളു. 2 കുപ്പി അടി. അല്ല, വല്ലപ്പോഴും ഇടക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ കൂടി ആഴ്ചയിൽ 2-3 തവണ അത് 2 കുപ്പി വീതം അടിക്കും. അതെന്തോ ആയിക്കോട്ടെ, ഇനി മുതൽ അണ്ണൻ കള്ളു കുടിക്കാൻ പാടില്ല. ആ പിങ്കി വരെ അണ്ണനെ കള്ളു കുടിയെന്നല്ലേ പറയുന്നത്? എനിക്ക് അതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. സത്യം ചെയ്യും അണ്ണ ഇനി മുതൽ കള്ളു കുടിക്കത്തില്ല. അത് അടുത്ത ആഴ്ച സത്യം ചെയ്യാം. പറ്റത്തില്ല. അപ്പൊ അണ്ണൻ എന്നെക്കാൾ വലുത് കള്ളാണല്ലേ? വേണ്ട, ചെയ്യണ്ട. കൈയിട്. ചെയ്യൂ. സത്യം. വെട്ടും കുത്തും കൊലപാതകം തന്നെ ഇഷ്ടം പോലെ. എന്താണ് പത്രത്തിൽ വിശേഷം? റോക്കറ്റ് പോലെയാണ് സ്വർണ്ണ വില കയറി പോകുന്നത്. 2 എണ്ണം തന്നെ കിട്ടി വെച്ചോടാണ്. ദൈവമേ, ഞങ്ങളെ ദൈവമേ കാത്തോണേ. അമ്മ,
അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അമ്മയ്ക്ക് വിരോധം ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചോടാം അല്ലേ? പെണ്ണിന്റെ 5 അടിയുടെ കുറവുണ്ട്. എന്താണ് വിളിച്ചു പറയുന്നത്? ഒരു ബോധം ഇല്ലാതെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഉള്ള തമാശ. തമാശ അല്ലേ അമ്മ? തമാശ പോലെ എടുക്ക്. ഈ ബുദ്ധിയില്ലാത്ത പെണ്ണ നീ പറയുന്നത്. ഇങ്ങനത്തെ തമാശകൾ പറയുന്നത് നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാണ് അവസാനം സത്യമായിട്ട് മാറുന്നത്. വേലിക്കു എളുപ്പാങ്കാലം താലിക്കു കുരുത്തോല ലാ 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 എങ്ങനെയുണ്ട് എന്റെ പാട്ട്? വളരെ നന്നായിട്ടുണ്ട്. പാടാനും കേൾക്കാനും നല്ല രസമാണ്. പക്ഷെ കല്യാണം കഴിക്കാൻ നേരത്തെ കുരുത്തോലയും കൊണ്ട് പോയി നോക്കി നോക്കും. ആരുടെ കല്യാണത്തിന്റെ കാര്യം? ആരെ കല്യാണത്തിനാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് കുരുത്തോലയും കൊണ്ട് വല്ല നടക്കൂ. ഒരു കാര്യം ചെയ്യ്, രാവിലെ ഇങ്ങോട്ട് പറഞ്ഞുവിട്, നമുക്ക് ഇവിടെ കാണിക്കാം, നല്ല ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. രാവിലെ ഇങ്ങ് എത്താൻ നോക്ക്. ഓക്കെ, ശരി എന്നാ. ആര് രവിയേട്ടാ? ഉണ്ണിമാമനെ. അയ്യോ, ഉണ്ണിമാമൻ മരിച്ചോ? മരിച്ചു എന്നാ? ഉണ്ണിമാമന് ചെറിയ പ്രശ്നങ്ങൾ, ലിവറിന്റെ കംപ്ലൈന്റ്, അതുകൊണ്ട് വേദനയൊക്കെ തുടങ്ങി. അപ്പം രാമൻ ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ പറ്റൂല, തോന്നില്ല കൂടെ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞുവിടാൻ പറഞ്ഞു. കരള് പോവാതിരിക്കും. ഒറ്റയിരിപ്പിന് 2 ലിറ്റർ വരെയൊക്കെ അടിക്കുന്ന സത്യം പറഞ്ഞുണ്ടല്ലോ. പുള്ളി വെള്ളം അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതിയാണ്. അല്ല, കൊതിയല്ല, നമുക്കൊരു വല്ലായ്മ തോന്നും. സത്യം. അല്ല, ഞാൻ ആലോചിക്കുന്നില്ലേ, ഉണ്ണിയപ്പൂന് കരളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്നേ ദ്രവിച്ചു പോയി കാണും. സ്പോഞ്ച് പോലെ ആയി കാണത്തില്ലേ? ഭയങ്കര കുടിയല്ലേ? അയ്യോ, ഒരു രക്ഷയില്ല. ഓരോ ആണുങ്ങളെ കുടിച്ച് നശിക്കുന്ന ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ. അത് ശരിയാ. മാമനൊന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുന്ന നന്നായിരിക്കും. കരളൊക്കെ ഉണ്ടോ ദൈവം തമ്പുരാൻ അറിയും. എങ്ങനെ? കരളുണ്ടോന്ന് എന്റെ കാര്യമാണോ? പിന്നല്ല. അത്രയ്ക്കൊന്നും നീ വലുതാണ്ട കേട്ടോ. മാമന് കരളും ചക്കും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. എന്റെ മാമ തമാശയല്ല, സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. മാമൻ ഒന്നാമത് ചെറുപ്രായം അല്ല, വയസ്സായി, പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ. മാമനെ പറയുന്ന കേട്ടോ. എന്താ നോക്കണേ? ഒരു വാള് കിട്ടും. ആളെന്തിനാ? എവിടെ നോക്കരിയാൻ തല അരിഞ്ഞു കളാ മാമ. പിള്ളേരുടെ വർത്താനം പറഞ്ഞാൽ മതി. അല്ല, അവള് പറഞ്ഞതിൽ കാര്യമില്ലേ? കാര്യമില്ലേ? ഒന്നുമില്ല. പക്ഷെ വാളിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. നാളെ ഉണ്ണിമാമ വന്നിട്ട് വാള് വെച്ച് നാശമാക്കിയതില്ല. അത് പറയണ്ട മാമ. ഞാൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അതറിയോ? അയ്യോ, ഇതൊരു വല്ലാത്തൊരു വൃത്തികെട്ട സ്മെല്ല്. അപ്പൊ അത് റമ്മിന്റെ വാള് തന്നെ ഉറപ്പായി. റമ്മിന്റെ വാളിന് അത്രയും നാറ്റം വരും. അല്ലെങ്കിൽ വാറ്റിയാരായി. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഈ വീട്ടിൽ വന്ന് ആരും ഒരു തുള്ളി മദ്യം കുടിക്കത്തില്ല. ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കത്തുമില്ല ഞാൻ. അല്ലേ? അത്രേ ഉള്ളൂ. അത് ശരി. ഉറപ്പിച്ച്.
എന്താ ഒരു കളതരം? എന്താ വെള്ളത്തിൽ? ഒരു കളത്തരം മുഖത്ത്? എന്താ? അപ്പിള് വേണോ? ആപ്പിളോ? ആപ്പിൾ വേണ്ട. ആപ്പിള് നല്ല ആപ്പിളാ. നല്ല ആപ്പിളോ? ആ വേണമെങ്കിൽ കഴിയും. നല്ല വേണ്ട, ഞാൻ നേരത്തെ 2 കട്ട് തന്നാണ്. ആപ്പിള് വേണ്ട. വേണ്ട. പിന്നെ ചോദിച്ചേക്കരുത്. ഇല്ല. വേണ്ട അല്ലേ? വേണ്ട. എന്തേ ആകെ മൊത്തത്തിൽ എന്തോ ഒരു കുഴപ്പം പോലെ? എന്താ കുഴപ്പം? എന്തോ ചെയ്യായിരുന്നു ഇവിടെ? എന്തോ ചെയ്യായിരുന്നു? ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നീ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. വഴക്കിന് കയറി വരില്ലേ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ മൊത്തം എന്തോ ഒരു കള്ളത്തരം പോലെ. എന്ത് കള്ളത്തരം ചെയ്താലും ഞാൻ കണ്ടുപിടിക്കും, അറിയാലോ. കളതരമൊന്നുമില്ല. അല്ലേ ഈ 4 ആപ്പിളായിട്ട് എങ്ങോട്ട് കൊണ്ടുപോകണോ? ആപ്പിള് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അത് പറഞ്ഞു 4 ആപ്പിൾ ഒറ്റയടിക്ക് പിഴുകണമെന്ന് പറഞ്ഞായിരുന്നു. 4 കുറഞ്ഞത് 3 എണ്ണമെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. എന്തോ 3 എണ്ണം കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇത് ഏത് ഡോക്ടറെ ഈ 3 എണ്ണം ഒരുമിച്ച് കഴിക്കണമെന്ന് പറഞ്ഞു? പിന്നെ ഗ്യാസ്ട്രോയുടെ എന്നാ പിന്നെ 3 എണ്ണം മതി. ഒരെണ്ണം ഇവിടെ വെച്ചേക്കാം. ഒരെണ്ണം മതി, ബാക്കി അവിടെ വെച്ചേരാ അങ്ങോട്ട്. പിന്നെ കട്ട് തിന്നരുത്. ഞാൻ ഒന്നും കട്ട് തിന്നത്തൊന്നുമില്ല. ഇല്ലല്ലോ. ഇല്ല, ഞാൻ നേരത്തെ തിന്നു, എനിക്ക് കണ്ടോ. ഉറപ്പാന്നേ? ആ വിശ്വസിക്കാവല്ലോ. പിന്നെ ഒന്ന് മതിയെന്ന്. എന്തുവാ? അല്ല ഒന്ന് പോവുക. എന്തുകൊണ്ട് ഞാൻ മണത്ത് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. എന്തുമായിരിക്കും? ഇത്ര ആപ്പിൾ ഉള്ളതല്ലേ, ജ്യൂസ് അടിച്ചാലോ? എന്താടി എവിടെ പതിവില്ലാതെ കിച്ചണിൽ കേറിയിട്ട് പരിപാടി? ഹായ്, ആപ്പിൾ ജ്യൂസ് എനിക്ക് വേണം. അയ്യോ, നിനക്ക് വേണം? എന്ത് ഇവിടെ ഇഷ്ടം പോലെ ആപ്പിൾ ഇരിപ്പുണ്ടല്ലോ, ജ്യൂസ് അടിച്ച് കുടിച്ചപ്പോ എന്താ? അപ്പം സ്വന്തമായിട്ട് അടിച്ചതാണല്ലേ? അതെ, സ്വന്തമായിട്ട്. അല്ലെങ്കിൽ സ്വന്തം കാര്യം ചിന്താവയാണല്ലോ. എടി, നിനക്ക് എന്തിനാ ദൈവം കയ്യും കാലും ഒക്കെ തന്നിരിക്കുന്നതിന്? തിന്നാനും നടക്കാനും. അപ്പൊ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ തന്നിരിക്കുന്നത്. അപ്പൊ നീ സ്വന്തമായിട്ട് അടിച്ചു. എടി, ഇതുപോലെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചോണ്ട് ആവശ്യത്തിന് ഇങ്ങനെ വരുമല്ലോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തോളാം. പൊന്നു മോളെ, എന്നെ എടുക്കാനുള്ള ത്രാണിയൊന്നും നിനക്കില്ല. ഉണ്ടെങ്കി അവിടെ ഇരുന്നോ ജ്യൂസ് മറി. ദേ, ഞാൻ കുളിക്കാൻ പോവാണ്. നീ കുളിക്കാൻ നിനക്ക് എന്താ? ഈ ജ്യൂസിനകത്തുനിന്ന് ഒരു തുള്ളി നീ എടുത്തു കഴിഞ്ഞാൽ എന്റെ തനി കോണം നീ അറിയും. കടലാ കോണം. ഞാൻ അതിനകത്ത് വെക്കോ? എവിടെ എടുത്തു പോയത്? എനിക്കൊന്നും വേണ്ട നിന്റെ ജ്യൂസും. ഓക്കെ, എടുക്കരുത്. ആർക്ക് വേണോ ഇടയില്ലെങ്കിൽ കൊണ്ടുപോ. മണിക്കുട്ടാ, കുറച്ച് നേരമായിട്ടെ മണിക്കുട്ടി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. എന്തോ ഇത്ര ആലോചിക്കാൻ? അല്ലളിയാ, അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന പഞ്ചഗുസ്തി മത്സരമില്ലയോ, അതിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന. അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. അതാണ് എന്നെ തന്നെ കണ്ടുപഠിക്കണം. ബോക്സിങ്ങിന് ഞാൻ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്തിട്ടെന്നറിയോ ഇവിടെ ഒരു കപ്പ് കൊണ്ടുവന്നത്. എടി, അത് ഒരു സ്റ്റേറ്റിന്റെ മത്സരമായിരുന്നു.
ഇപ്പൊ നടക്കാനിരിക്കുന്ന ഞങ്ങളുടെ മത്സരം എന്ന് പറഞ്ഞാൽ ആ ലെവലല്ല, അതിനെക്കാട്ടി മേളിലാണ്. നമ്മുടെ കുഞ്ഞിരാമനാശാൻ മെമ്മോറിയൽ എവറോളും ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരമാ. അല്ലല്ല മാമന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് മാമന് ഒന്നിലും ജയിക്കാത്തത്. അത് കളിയാ. റിങ്കി മോള് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഏത് മത്സരത്തിന് പോയാലും അതിനു മുമ്പ് നല്ല പ്രാക്ടീസ് വേണം. ഒരു കാര്യം ചെയ്യും, ഈ വീട്ടിലുള്ളവരുമായിട്ട് തന്നെ ഒന്ന് പഞ്ച പിടിച്ചു നോക്ക്, പ്രാക്ടീസ് ആവും. അത് നല്ല ഐഡിയ ആണ്. അങ്ങനെയാണെങ്കിൽ അച്ഛനും മാമനും തമ്മിൽ ഒരു പഞ്ച് ഗുസ്തി. അത് ശരിയാവൂല. എന്ത്? അത് വേണ്ട. അതൊക്കെ ഒരു രസമില്ലേ? അത് കുഴപ്പമില്ല, പിടിക്കാം. എനിക്ക് പേടിയൊന്നുമല്ല. പുലിനടയും പാറവളയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിക്കോട്ടെ. അതെ, പുലിനടയുടെ മാനം കാത്തോളണം. അതേറ്റുവങ്ങളെ അത് പറ്റില്ല മണി. അതെന്താ, പാറവിളയിലെ രവീന്ദ്രന്റെ പേടിയാണോ? പേടിയൊന്നുമില്ല. കളിക്കാം. ഒരു കാര്യം, ഞാൻ തോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കളിയാക്കല്ലേ? അതൊന്നും ഇല്ല. അതെ, ഞാൻ ഇപ്പൊ വരാം. എന്നാ ശരി, ഞാൻ വന്നിട്ട് തുടങ്ങാവൂ. അതെ, മുൻകൂർ ജാമ്യം. ആകെ ചിലപ്പോ കളിയാക്കുവേ. അപ്പൊ നമുക്ക് മത്സരം തുടങ്ങാം. എന്തുവാടി കയ്യില്? ആപ്പിള്. അത് മനസ്സിലായി, എന്തിനാ ആപ്പിളെന്ന്? ഇതിൽ ആരാണോ തോക്കുന്നത് അവർക്ക് ആപ്പിള്. തോക്കുന്നവർക്ക് ആപ്പിളോ? അതെ, തോക്കുന്നവർക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു. എടി, ഇത് ആപ്പിൾ എടുത്തോണ്ട് വന്നു കിച്ചണീന്ന്. കിച്ചണിന്നോ? ആ, അവിടെ കൊണ്ടുവെക്ക്. എന്തോന്നു മാമ? ഇരിക്കട്ടെ. ആ. നീ വയ്യടി. ഓക്കെ, തുടങ്ങാം. പോവാൻ വേണ്ടി. ശരി, നോക്കട്ടാ. തുടങ്ങാം. ബാളിയ. പിന്നെ അളിയനെ പോലെ എക്സസൈസും ഒന്നും ഉള്ള ആളല്ല ഞാൻ. അതിന്റെ കുറവൊക്കെ ഉണ്ടാവും. നോക്കാം. രവിയേട്ടാ മതി, മുൻകൂർ ജാമ്യം ഓൾറെഡി എടുത്തല്ലോ, ഇനി ജാമ്യത്തിൽ ജാമ്യം എടുക്കാം. അച്ഛനും മാമനും തമ്മിൽ അച്ഛനും മാമനും തമ്മിൽ പഞ്ചഗുസ്തി നടത്താൻ പോവാൻ. അല്ല, കുളിക്കാൻ പോകണം തന്നെ, കുളിക്കലില്ലേ? അതെനിക്ക് മോള് കയറിയപ്പോ ഒരു മൂടില്ല. പിന്നെ ഇവിടെ ബഹളം കിട്ടുന്നു. എടി, ഇവർ തമ്മിൽ ഒരു മത്സരം വെച്ചിരിക്കാന്ന്. തോക്കുന്നവർക്ക് ഈ ആപ്പിൾ. തോക്കുന്നവർക്ക് അതെ. സ്റ്റാർട്ട്. ഞാൻ കമന്ററി. ഓക്കെ റെഡി. ഓൾ ദി ബെസ്റ്റ്. പുലിനട വീട്ടിൽ മണിക്കുട്ടനും പാറവള വീട്ടിൽ രവിക്കുട്ടനും തമ്മിലുള്ള വാശിയേറിയ മത്സരം. കാരിരുമ്പിന്റെ കരുത്തും കടൽക്കാറ്റിന്റെ വേഗതയുമായി രവീന്ദ്രനാഥ് ഇതാ വിജയത്തിലേക്ക് മുന്നേറുകയാണ്. വിട്ടുവീഴ്ചയില്ലാതെ ആപ്പിൾ എനിക്ക്. ചേട്ടാ ഇത് എന്നാലും അച്ഛൻ ഇത്ര പവർ അച്ഛാ. എന്റെ ഹനുമാൻ സ്വാമി, അച്ഛന് ഇത്രയും കരുത്തുണ്ടായിരുന്നോ? ഞാനത് വിട്ടുകൊടുത്തല്ലേ. എന്റെ അച്ഛ തോറ്റവർക്ക് ആപ്പിൾ ആണെങ്കിൽ അച്ഛനെ ഒരു സൂത്രം കൊണ്ടുവാ. ഇതാലി എങ്ങനെ ഒപ്പിച്ചു രവിയേട്ടാ? പക്ഷേ ഇതല്ല. ആ ആപ്പിളേ അല്ല. ഈ ആപ്പിൾ ആപ്പിൾ തന്നെ രവിയേട്ട വാങ്ങിച്ചോളൂ. ആപ്പിൾ തന്നെ, വേറെ ആപ്പിൾ ഇല്ലായിരുന്നു ഇവിടെ. അല്ല പെങ്ങളെ, മറ്റേ ആപ്പിളില്ലേ? ഏത് മറ്റേ ആപ്പിള്? മറ്റേ ആപ്പിൾ അല്ല ഈ ആപ്പിള്. ഈ ആപ്പിള് വേറെ ആപ്പിളാ. ഓ, കാശ്മീർ ആപ്പിള്. ഞാൻ വല്ലതും പറയുകയല്ല, നാക്കി പറഞ്ഞ് ഏറി വരുന്നത്. ഈ എന്നെ തർക്കം ചെയ്യണ്ട. ആ ആപ്പിൾ അല്ല ഈ ആപ്പിള്. നീ എന്റെ ആപ്പിൾ ജ്യൂസ് എടുത്ത് കുടിച്ചല്ലേ? അനാവശ്യം പറഞ്ഞോളൂ, ഞാൻ മോന്ത കേടി ഇടിയേ. എന്തുവാ നീ എന്റെ ആപ്പിൾ ജ്യൂസ് കാണാനില്ല. ആപ്പിൾ ജ്യൂസോ? മാമ അവിടെ കുറച്ച് ആപ്പിൾ വെച്ചിരുന്നില്ലേ? ആ, അതെടുത്ത് ഞാൻ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ കാണാനില്ല. അച്ഛൻ ഞാൻ എടുത്തില്ല. നിങ്ങൾ ആരെങ്കിലും എടുത്ത് കുടിച്ചാ? ആ, പിന്നെ ഞങ്ങൾ കുടിച്ചു. പോടെ എവിടുന്ന് നിന്റെ ആപ്പിൾ ജ്യൂസ് കണ്ടുപോലൂല്ലേ? മാമ കുടിച്ചാ? ഇല്ലടി. അയ്യോ, അത് എവിടെ പോയി? പ്രിയനേ നീ എന്ന് വരും നിഴലായി ഞാൻ കൂടെ വരും. പ്രിയനേ നീ എന്ന് വരും ഇങ്ങനെ പാടുന്നു. പ്രിയനേ നീ എന്ന് വരും നിഴലായി ഞാൻ കൂടെ വരാം. എന്തൊരു പാട്ടല്ലേ. മേലെ മാനത്തെ മാലാകമാരെ പീഠത്തിൽ വന്ന് കുടിയിരുന്നാലും മേലെ മാനത്തെ ആ പ്രിയനെ മേലെ മാനത്തെ പ്രിയനെ നീ എന്ന് വരും നിഴലായി ഞാൻ കൂടെ വരാം. ആപ്പിൾ ജ്യൂസ്. നിനക്ക് അങ്ങനെ തന്നെ വേണോടി മോളെ, ഇത് ആപ്പിൾ ജ്യൂസ് അല്ല, ഇത് അമൃതാണ്. അമൃത് സ്വർഗം കാണിച്ചു തരുന്ന അമൃത്. പ്രിയനെ നീ ആപ്പിൾ ജ്യൂസ് കുടിച്ചാൽ ഫിറ്റാവും ഇങ്ങനെ. നീ ഇതിൽ വല്ല ചേർത്താ? പിന്നെ എനിക്ക് പിന്നെ
മാമാ അമ്മായി മാമനുണ്ടല്ലോ. ഏട്ടാ നല്ല സൂപ്പർ അമൃത